നമുക്ക് ഇന്നൊരു കുഴലപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടി 1.5 തേങ്ങ കേട്ടോ, 3 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. 7 ചുവന്നുള്ളി, 10 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറുജീരകം ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന കുഴലപ്പം 1.5 കിലോ പൊടിയുടെ കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ തേങ്ങയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരച്ച തേങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സെയിം പത്തിരിക്ക് വാട്ടിയെടുക്കും പോലെ തന്നെ കേട്ടോ. ഒരു ഗ്ലാസ്സിന് ചെറിയ പൊടിയാണെങ്കിൽ 1 ഗ്ലാസ് തന്നെ മതി, അല്ലെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം വരെ ഒഴിക്കേണ്ട വരും കേട്ടോ. ഇനി നമുക്ക് പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടിട്ടും തള വന്നോട്ടോ. ഇതുപോലെ വലിയൊരു ഉരുളിയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം ഞാൻ പത്തിരി ഇട്ടതുപോലെ തന്നെ ഇത് പത്തിരിക്ക് ഞാൻ കുഴക്കണം കാണിച്ചില്ലേ ഗ്രൈൻഡറിൽ. ഞാനിത് ഗ്രൈൻഡറിൽ തന്നെയാണ് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കുഴലപ്പത്തിൻ്റെ കൂട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ എള്ള് ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡറിൽ ഒന്ന് കുഴച്ചതിന് ശേഷം മാത്രമേ എള്ള് ചേർക്കുള്ളൂ കേട്ടോ. ഗ്രൈൻഡറിലേക്ക് ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാം കേട്ടോ. ഗ്രൈൻഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പത്തിരി ഉണ്ടാക്കാൻ, ചപ്പാത്തി ഉണ്ടാക്കാൻ, ഇതുപോലെ കുഴലപ്പം സാലൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കുഴലപ്പത്തിനുള്ള മാവ് കൂടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നെടുത്ത് മാറ്റിയേക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എള്ള് ചേർത്ത് കൊടുക്കുന്നത്. കുഴലപ്പത്തിൻ്റെ ആദ്യത്തെ മാവ് ഞാനപ്പോൾ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് എള്ള് കഴുകി എടുത്തേക്കുന്ന കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എള്ളിൽ എന്തായാലും മണ്ണുണ്ടാവും കേട്ടോ. അപ്പോൾ എള്ള് കഴുകി ആദ്യത്തെ ഭാഗം ഇങ്ങനെ മുകളിൽ നിന്ന് തെക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് അതിൽ കല്ലില്ലാതെ ഇരിക്കുള്ളൂ. എള്ള് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളൊന്നത് കുഴച്ചെടുത്താൽ മതി കേട്ടോ. രണ്ടാമത്തത് ഇപ്പോൾ ഗ്രൈൻഡറിൽ ശരിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഞാനിത് ശരിയാക്കി എടുക്കുന്നത്. പത്തിരിക്ക് എങ്ങനെയാണോ നമ്മൾ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒന്ന് ഇട്ടേക്കാം. കൊലപ്പത്തിൻ്റെ ഒരേ ഉണ്ടകളാക്കി ഞാനിപ്പോൾ മാറ്റിയിട്ടാ പത്തിരിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ. നല്ലോണം കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഓവൽ ഷേപ്പിലായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ കിടന്ന് ഉരുണ്ട് വരും കേട്ടോ. കണ്ടോ നമ്മുടെ 1.5 കിലോ പൊടിയും ഇപ്പോൾ അതേ ഉണ്ടകളൊക്കെയായി മാറിയിട്ടോ. അപ്പോൾ എള്ള് നമ്മൾ കുഴക്കുന്ന നേരത്തെ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഗ്രൈൻഡറിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല എളുപ്പമായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കുഴക്കുന്നതിലും നന്നായിട്ട് തന്നെ കുഴഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കൊരു കുഴലപ്പം എങ്ങനെയാണ് ഷേപ്പാക്കി എടുക്കുന്നത് കാണിച്ചു തരാം. എടുക്കാം. അപ്പോൾ നിങ്ങളിങ്ങനൊരു വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യാം. ഇതെടുത്തൊന്ന് മാറ്റിയേക്കാം. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല, ഒടിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇങ്ങനെയൊന്ന് കറക്കിയെടുക്കാം. ഇത് കയ്യളത്തിക്കട വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്യാം തുടങ്ങണം കേട്ടോ. ഇതിന് പൊടിയൊന്നും ആവശ്യമില്ല, പച്ചപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പൊടിയിലൊന്നും മുക്കൂല. അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ചട്ടിയിൽ ഓയിൽ വെച്ചതിന് ശേഷം ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഒരേ കൊല്ലപ്പം ഒന്ന് ഇട്ട് കൊടുക്കണ്ട. ഇട്ടതിന് ശേഷം ഒരുപാട് ചൂടിലാണ് നിങ്ങൾ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂട് കുറക്കണം കേട്ടോ. ഇനി ഒന്നത് മറച്ചിടാം. കൊല്ലപ്പം അപ്പോൾ എടുക്കാറായിട്ടോ. ഇതിക്ക് മുമ്പ് ഞാൻ കുറേ ചുട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ.
ഒന്ന് കോരിയെടുക്കാം. അതിവിടെ ഇരുന്ന സമയം കൊണ്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്നാലാണ് വേഗം തന്നെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അത് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതൊന്നും ഇപ്പം തന്നെ പൊങ്ങും കേട്ടോ. പൊങ്ങി കഴിയുമ്പോൾ നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഓയിലിൽ തന്നെ ഈ വലിപ്പത്തിലുള്ളത് 9 എണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരെണ്ണം നമുക്ക് ഇവിടെയും ഇട്ട് കൊടുക്കാം. അത് നീങ്ങിക്കോളൂ കേട്ടോ. മറ്റേതൊക്കെ ഇങ്ങനെ പൊങ്ങി വന്ന് നീങ്ങണ അനുസരിച്ചിട്ട് ഇത് നടുക്കോട്ട് മാറി വരും. വെളുപ്പൊക്കെ ഉണ്ടാക്കി നമ്മളിതേ പാക്ക് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് പൊടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയായ കോയിലപ്പം കേട്ടോ.